നമ്മളെല്ലാവരും നമ്മുടെ വണ്ടിയായിട്ട് പുറത്തു പോകുന്ന സമയത്ത് നമ്മുടെ ലൈസൻസ്, അതുപോലെ വണ്ടിയുടെ RC, പുക ടെസ്റ്റ് ചെയ്ത് ഇൻഷുറൻസ് തുടങ്ങിയ എല്ലാ ഡോക്യുമെൻറ്റിനും കോപ്പി നമ്മൾ വണ്ടിയിൽ വെക്കാറുണ്ടല്ലേ. നമ്മളെല്ലാവരും ചെയ്യുന്ന കാര്യമാണ്. പലപ്പോഴും ഇത് മിസ്സാവാറുണ്ട്. ചില സമയത്ത് നമ്മൾ വണ്ടി കഴുകുന്ന സമയമൊക്കെ ആണെങ്കിൽ ഇത് നനയും. ഇങ്ങനെ എല്ലാവർക്കും ഇഷ്യൂസുകൾ ഉണ്ടാവാറുണ്ട്. എന്നാൽ ഇനി നമ്മളിങ്ങനെ ഈ ഡോക്യുമെൻറ്റുകൾ നമ്മുടെ വണ്ടിയിൽ കൊണ്ടുവയ്ക്കേണ്ട കാര്യമില്ല കേട്ടോ. അപ്പോൾ നമ്മളെല്ലാവരും മൊബൈൽ ഫോൺ, അതായത് സ്മാർട്ട് ഫോൺ കൊണ്ടുനടക്കുന്ന ആളുകളാണ്. നമ്മളൊരു MParivahan എന്നുള്ള ഒരു ആപ്ലിക്കേഷൻ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ എല്ലാ കാര്യം, ഇൻഷുറൻസ്, RC ബുക്ക്, വണ്ടിയുടെ ചേസിസ് നമ്പർ എന്ന് വേണ്ട വണ്ടിയുടെ എല്ലാ ഡീറ്റെയിൽസും, നമ്മുടെ ലൈസൻസും എല്ലാ കാര്യങ്ങളും നമുക്ക് ഈ ഒരു MParivahan എന്നുള്ള സൈറ്റിൽ അപ്ലോഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ, അപ്പോൾ നമ്മൾ റോഡിൽ നമ്മുടെ പോലീസോ അല്ലെങ്കിൽ RTO ആരെങ്കിലും നമ്മളെ ചെക്ക് ചെയ്യാൻ വിളിക്കുന്ന സമയത്ത് നമുക്ക് ഈ മൊബൈലിൽ നമ്മൾ ഈ ആപ്ലിക്കേഷൻ കാണിച്ചു കൊടുത്താൽ മാത്രം മതി. നമുക്ക് ഒരു ഡോക്യുമെൻറ്റ് നമ്മളെ വണ്ടിയിൽ വെക്കേണ്ട കാര്യമില്ല. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. നമുക്കവിടെ മൊബൈലിലെ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്തിട്ട് MParivahan എന്നുള്ള ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ടൈപ്പ് ചെയ്യാം MParivahan, MParivahan എന്നാണ് ആപ്ലിക്കേഷൻ്റെ പേര്. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ നെക്സ്റ്റ് ജെൻ MParivahan എന്നാണ്. ഓക്കെ, ഇതൊന്ന് ഇൻസ്റ്റാൾ ചെയ്യുക. ഓക്കെ, ഇൻസ്റ്റാൾ ചെയ്തതിനു ശേഷം നമുക്കൊന്ന് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്യുമ്പോൾ നെക്സ്റ്റ് ജെൻ MParivahanൻ്റെ ഫ്രണ്ട് സ്ക്രീൻ ഇതേപോലെയാണ് വരിക. നമുക്കിവിടെ സൈൻ ഇൻ ചെയ്യാനും അതുപോലെ തന്നെ ക്രിയേറ്റ് അക്കൗണ്ട്, രണ്ട് ഓപ്ഷനാണ് കാണിക്കുന്നത്. നമുക്ക് ഫസ്റ്റ് ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ അതിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. ഇവിടെ നമുക്ക് ഏറ്റവും മുകളിൽ ആദ്യം സ്റ്റേറ്റ് ആണ് ചോദിക്കുന്നത്. ഇവിടെ നമുക്ക് കേരള സെലക്ട് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ഫുൾ നെയിം, അത് നമ്മുടെ RC ബുക്കിലും ഡ്രൈവിംഗ് ലൈസൻസിലൊക്കെ ഏതുപോലെയാണുള്ളത് അതേപോലെ നമ്മുടെ ഫുൾ നെയിം കൊടുക്കുക. അതുപോലെ തന്നെ ബാക്കി ഡീറ്റെയിൽസ്, മൊബൈൽ നമ്പർ. നമുക്കിവിടെ ഒരു സെക്യൂരിറ്റി MPIN കൂടെ സെറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഒരു 6 അക്ക നമ്പറാണ് നമുക്ക് സെറ്റ് ചെയ്യാനുള്ളത്. അപ്പോൾ ഈ 6 അക്ക നമ്പർ പിന്നീട് നമ്മൾ ഓർത്ത് വെക്കണം. കാരണം ഇത് ഉപയോഗിച്ചിട്ടാണ് നമുക്ക് ഇതിലേക്ക് ലോഗിൻ ചെയ്യാൻ പറ്റുക. ഇപ്പോൾ നമുക്കിവിടെ ജനറേറ്റ് MPIN ആണ്. നമുക്കവിടെ മൊബൈൽ നമ്പറും കാര്യങ്ങളും കൊടുത്ത് ഒരു MPIN സെറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പറിലേക്കായിരിക്കും നമ്മുടെ കാര്യങ്ങളുടെ MParivahanൻ്റെ ഈ ഒരു ഇത് വരുന്നത്, OTP വരുന്നത്. അപ്പോൾ ആ OTPയും കാര്യങ്ങളും കൊടുക്കുക. നമുക്ക് ആ ഒരു 6 ഡിജിറ്റ് MPIN ഇതേപോലെ സെറ്റ് ചെയ്തെടുക്കുക. ഇതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ്. ഓക്കെ, നമുക്ക് പുതിയ കൊടുക്കാം. അപ്പോൾ സെറ്റാക്കി ഇനി നമ്മൾ ലോഗിൻ ചെയ്യാനുള്ള ഓപ്ഷനാണ്. ലോഗിൻ ചെയ്യുമ്പോൾ നമ്മൾ നമ്മുടെ മൊബൈൽ നമ്പർ കൊടുക്കുക. അതേപോലെ നമ്മൾ ഇത് കൊടുക്കുക, നമ്മുടെ MPIN കൊടുക്കുക. ഇവിടെ നമുക്ക് മൈ വെർച്വൽ RC എന്നും കാണാം, മൈ വെർച്വൽ ഡ്രൈവിംഗ് ലൈസൻസ് എന്നും കാണാം. അത് നമുക്ക് രണ്ട് കാര്യങ്ങളും നമുക്ക് വെർച്വലായിട്ട് നമ്മുടെ മൊബൈലിൽ കൊണ്ടുവരാമെന്നാണ് പറയുന്നത്. ഫസ്റ്റ് നമുക്ക് RC നോക്കാം. ഇവിടെ നമ്മുടെ വണ്ടിയുടെ നമ്പർ, വെഹിക്കിൾ നമ്പർ എന്നുള്ള പോലത്തെ വണ്ടിയുടെ നമ്പർ കൊടുക്കുക. സ്പേസും കാര്യങ്ങളൊന്നും കൊടുക്കണ്ട, ജസ്റ്റ് അടുപ്പിച്ച് കൊടുക്കുക. അപ്പോൾ ഞാൻ എൻ്റെ വണ്ടിയുടെ നമ്പർ ഒന്ന് ജസ്റ്റ് എൻ്റർ ചെയ്യാം. അതുപോലെ തന്നെ നമ്മൾ ചേസിസ് നമ്പറും എൻജിൻ നമ്പറും കൂടി കൊടുത്തിട്ട്, അപ്പോൾ ലാസ്റ്റ് 5 ഡിജിറ്റാണ് കൊടുക്കേണ്ടത്. അതിനുശേഷം നമ്മൾ ആഡ് മൈ വെഹിക്കിൾ എന്ന് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഒരു OTP മെസ്സേജും കാര്യങ്ങളും വരും നമ്മുടെ മൊബൈലിലേക്ക്. ആ OTP മെസ്സേജ് കൂടെ നമ്മൾ എൻ്റർ ചെയ്ത് കൊടുത്തിട്ട് സബ്മിറ്റ് കൊടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഇത്രയും കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ വണ്ടിയുടെ ഡീറ്റെയിൽസ് ഇതിലേക്ക് ആഡ് ആവുന്നതായിരിക്കും. നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം ആഡ് ആയോ ഇല്ലേ എന്നുള്ളത്. ഞാൻ ഓൾറെഡി ആഡാക്കി വെച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത്. അപ്പോൾ നിങ്ങളും ഇതേപോലെ ആഡാക്കി വെക്കുക. അപ്പോൾ നമുക്ക് താഴെ മൈ വെർച്വൽ RC എന്ന് പറഞ്ഞിട്ട് കാണുന്നുണ്ടില്ലേ, അവിടെ വ്യൂ മൈ വെർച്വൽ RC എന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് വണ്ടിയുടെ ഫുൾ ഡീറ്റെയിൽസ് ഇവിടെ കാണിക്കും. നമ്മുടെ പേര്, ഓണറിൻ്റെ പേര്, അതുപോലെ തന്നെ ഓണറിൻ്റെ സൺ ഓഫ് ആരാന്നുള്ളതും, വണ്ടിയുടെ ചേസിസ് നമ്പർ ഫുള്ളായിട്ട് കാണിക്കുക. എല്ലാതും ചേസിസ് നമ്പർ, നമ്മുടെ RC ബുക്കിൽ എന്തെല്ലാം ഡീറ്റെയിൽസ് ഉണ്ടോ അതെല്ലാം നമുക്ക് ഈ ഒരു ഇവിടെ കാണിക്കുന്നതായിരിക്കും. അതിൻ്റെ മേക്ക്, നെയിം, രജിസ്ട്രേഷൻ ഡേറ്റ്, എല്ലാ കാര്യവും, നമ്മുടെ ടാക്സ് വാലിഡിറ്റി എന്നാണ്, അതേപോലെ തന്നെ നമ്മുടെ PUC, പൊല്യൂഷൻ കൺട്രോൾ, അതിൻ്റെ PUCയുടെ സർട്ടിഫിക്കറ്റ്, ഇൻഷുറൻസ് ഏത് കമ്പനി ആയിട്ടാണ്, എന്നാണ് എടുത്തത്, എത്ര ദിവസം വരെ ഉണ്ട്, അങ്ങനെ ഫുൾ ഡീറ്റെയിൽസ് നമുക്കിവിടെ കാണിക്കും. ഇതെല്ലാം നമുക്ക് IT ആക്ട് 2000 പ്രകാരം വാലിഡ് ആണ്. അതുകൊണ്ട് നമ്മൾ ധൈര്യമായിട്ട് ഈ ഒരു ഡോക്യുമെൻറ്റ് മാത്രം നമ്മൾ വെച്ചാൽ മതി. ഇതേപോലെ നമുക്ക് വേറെ വണ്ടികളുണ്ടെങ്കിൽ ഇതേപോലെ വീണ്ടും നമുക്ക് ആഡ് ചെയ്തിടാം. അപ്പോൾ എത്ര വണ്ടികൾ ഡീറ്റെയിൽസ് ആണെങ്കിലും നമുക്ക് അതേപോലെ താഴെ വന്നുകൊണ്ടിരിക്കുന്നതായിരിക്കും. ഇനി ഇതേപോലെ തന്നെ നമുക്ക് ഡ്രൈവിംഗ് ലൈസൻസ് നമുക്ക് ഇതേപോലെ ആഡ് ചെയ്ത് വെക്കാൻ പറ്റും. ഇതിന് നമ്മുടെ ലൈസൻസിൻ്റെ നമ്പർ കൊടുക്കുക. അതേപോലെ തന്നെ നമ്മുടെ ജനനത്തീയതി, ഡേറ്റ് ഓഫ് ബർത്തും കൂടെ താഴെ കൊടുത്തിട്ട് ആഡ് മൈ ഡ്രൈവിംഗ് ലൈസൻസ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ലൈസൻസ് ഇതിലേക്ക് ആഡ് ആവും. അപ്പോൾ ഇതിന് ഫുൾ ഡീറ്റെയിൽസ്, അപ്പോൾ ഇതിൻ്റെ പേപ്പറും കാര്യങ്ങളും നമ്മൾ കൊണ്ടു നടക്കേണ്ട കാര്യമില്ല. അപ്പോൾ ലൈസൻസും അതുപോലെ RC ബുക്കും നമ്മൾ ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് ഇതിൽ കൊണ്ടുവയ്ക്കാൻ പറ്റും. ഇനി നമുക്കൊരു ഇൻ്റർനെറ്റ് ഇല്ലാത്തൊരു സമയത്ത് നമുക്കിത് വർക്ക് ചെയ്യുമോ എന്നുള്ളത് കോമൺ ആയിട്ടൊരു ഡൗട്ടാണ്. കാരണം നമുക്ക് പെട്ടെന്ന് നമ്മുടെ മൊബൈൽ ഒരു പോലീസ് ചെക്കിങ് സമയത്ത് നമുക്ക് ഇൻ്റർനെറ്റ് കണക്ടിവിറ്റി ഇല്ല എന്ന് വിചാരിക്കുക. അപ്പോൾ നമുക്ക് ജസ്റ്റ് അങ്ങനെ നോക്കാം വർക്ക് ചെയ്യുമോ ഇല്ലേ. നമുക്ക് സ്വാഭാവികമായിട്ട് അങ്ങനെ ഒരു ഡൗട്ട് ഉണ്ടായിരിക്കും. അതിന് ശേഷം നമുക്ക് നെറ്റ് ഓഫ് ചെയ്തിട്ട് നമുക്ക് ഒന്ന് ഓപ്പൺ ചെയ്യാം. നമ്മുടെ MPIN കാര്യങ്ങളും കൊടുത്ത് വീണ്ടും ലോഗിൻ ചെയ്യാം. നമുക്ക് അങ്ങനെയും കൂടി ഒന്ന് വർക്ക് ചെയ്യുമോ എന്നുള്ളത് കൺഫേം ചെയ്യാമല്ലോ അല്ലേ.
ഓക്കെ, ഇപ്പോൾ നമ്മൾ നോർമലി നമ്മളിവിടെ താഴെ കാണുന്ന നമ്മുടെ ഇത് വാലിഡിറ്റി ആൻഡ് നമ്മുടെ കാണിക്കുന്നുണ്ടല്ലോ താഴെ അലേർട്ട് എന്നുള്ളതിന് താഴെ ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ചെക്ക് കൈൻഡ്ലി ഇൻ്റർനെറ്റ് കണക്ഷൻ ചെക്ക് ചെയ്യാൻ വേണ്ടിയുള്ള മെസ്സേജാണ് വരുന്നത്. അപ്പോൾ ഇവിടെ ഈ ഒരു നെറ്റ് കണക്ഷൻ ഇല്ലാത്ത സമയത്ത് ഇപ്പോൾ ഇവിടെ നോക്കുമ്പോൾ നമുക്ക് വർക്ക് ചെയ്യുന്നില്ല. പക്ഷേ നമ്മൾ എന്ത് ചെയ്യണം, നമ്മളതിൻ്റെ ഇടതുഭാഗത്ത് മുകളിലുള്ള ആ ഒരു 3 ബട്ടൺ കണ്ടില്ലേ, അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കവിടെ നമ്മുടെ വെർച്വൽ ഡോക്യുമെൻ്റ് എന്നുള്ളൊരു സെക്ഷൻ കാണാം. ഈ വെർച്വൽ ഡോക്യുമെൻ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നമ്മൾ എന്തെല്ലാം വെർച്വൽ ഡോക്യുമെൻ്റ് ഇതേപോലെ നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ടെന്ന് കാണാൻ പറ്റും. ഇവിടെ ആ ഒരു 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഡിസ്പ്ലേ കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ ആ 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്തിട്ട് വ്യൂ എന്ന് കാണിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഡീറ്റെയിൽസ് കാണിക്കും. നമ്മൾ ആദ്യം കണ്ട അതേപോലെ അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ്. അപ്പോൾ നമുക്ക് അതേപോലെ തന്നെ നമ്മുടെ ഡ്രൈവിംഗ് ലൈസൻസ്. അപ്പോൾ ശ്രദ്ധിക്കുക, മുകളിൽ ക്ലിക്ക് ചെയ്തിട്ട് വെർച്വൽ ഡോക്യുമെൻറ്റ് ക്ലിക്ക് ചെയ്താൽ മാത്രമാണ് നമ്മൾ ഓഫ്ലൈനായിട്ട്, അതായത് നെറ്റ് കണക്ഷൻ ഇല്ലാത്ത സമയത്ത് ഇതേപോലെ നമുക്ക് നമ്മൾ ഡൗൺലോഡ് ചെയ്ത് വെച്ചിരിക്കുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് ഇതേപോലെ കാണിക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു ടെൻഷൻ വേണ്ട. അപ്പോൾ ഇതേ രീതിയിൽ നമുക്ക് നിങ്ങളെല്ലാവരും ചെയ്ത് വയ്ക്കുകയാണെങ്കിൽ നമുക്ക് വളരെ ഹെൽപ്ഫുള്ളാണ്. നമുക്കിത് എപ്പോൾ വേണമെങ്കിലും നമ്മുടെ ഫോണിൽ നിന്ന് എടുത്ത് കാണിച്ചു കൊടുക്കാൻ പറ്റും. നമുക്കൊരു പ്രൂഫാണ്. ഇനിയിപ്പോൾ വണ്ടി കാണിക്കുമ്പോൾ മാത്രമല്ല, നമുക്ക് വേറെ എന്തെങ്കിലും ഒരു സിറ്റുവേഷനിൽ നമ്മുടെ ഒരു ID പ്രൂഫ് നമുക്ക് കാണിക്കാൻ പറയുന്ന സമയത്ത് പോലും നമുക്ക് ഇതേപോലെ നമ്മുടെ ഡ്രൈവിംഗ് ലൈസൻസ് എല്ലാം ഇതേപോലെ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വളരെ ഹെൽപ്ഫുള്ളാണത്. ഓക്കെ, അതുപോലെ നമ്മുടെ MPIN ഒക്കെ വേണമെങ്കിൽ നമുക്ക് ഇവിടുന്ന് ചേഞ്ച് MPIN കൊടുത്ത് മാറ്റാൻ പറ്റും. ഇത് മാത്രമല്ല, നമുക്ക് വേറൊരു ഒരു നല്ലൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമുക്ക് പെട്ടെന്ന് വേറെ ഏതെങ്കിലും ഒരു വണ്ടിയുടെ നമ്പർ ചെക്ക് ചെയ്യണം, അല്ല ആ വണ്ടിയുടെ ഡീറ്റെയിൽ ചെക്ക്. ഇപ്പോൾ ഒരു ആക്സിഡൻറ്റ് കേസൊക്കെ ആണെങ്കിൽ നമുക്ക് ആ വണ്ടി ആരുടെയാണ്, ആരുടെ പേരിലാണ്, വണ്ടിക്ക് ഇൻഷുറൻസ് ഉണ്ടോ, വണ്ടിക്ക് പൊല്യൂഷൻ ഉണ്ടോ, വണ്ടി ഫിറ്റാണോ, നമുക്ക് അതൊക്കെ ഇതിൽ ചെക്ക് ചെയ്യാൻ പറ്റും. അത് എന്തെങ്കിലും ആരുടെ വണ്ടിയാണെന്നൊക്കെ നമുക്ക് അറിയാത്ത കേസൊക്കെ ആണെങ്കിൽ നമുക്ക് ഇതേപോലെ ചെക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഫുൾ ഡീറ്റെയിൽസ്, ഈ ഓണർ നെയിം ഒരു സ്റ്റാറിലാണ് കാണിക്കുക, കംപ്ലീറ്റ് കാണിക്കില്ല, എന്നാൽ നമുക്ക് ഊഹിച്ചെടുക്കാൻ പറ്റും. പക്ഷേ നമുക്ക് മറ്റ് ഡീറ്റെയിൽസ്, ഇൻഷുറൻസിൻ്റെ വാലിഡിറ്റി ഉണ്ടോ, ടാക്സ് വാലിഡിറ്റി ഉണ്ടോ, പൊല്യൂഷൻ ഉണ്ടോ, ഈ കാര്യങ്ങളൊക്കെ നമുക്ക് വേറൊരു വണ്ടിയുടെ എമർജൻസി കേസിലൊക്കെ വേണമെങ്കിൽ ഇതേപോലെ നോക്കാം. ഇത് നമുക്ക് വളരെ അഡ്വാൻറ്റേജ് കാര്യമാണ്. അതുപോലെ തന്നെ ഇതിൽ വേറെയും നമുക്ക് കുറേ സർവീസുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് അതൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. ബാക്ക് വന്നതിന് ശേഷം ഇപ്പോൾ നമുക്ക് ട്രാൻസ്പോർട്ട് സർവീസസ് എടുക്കുകയാണെങ്കിൽ ആ ഫസ്റ്റത്തെ ട്രാൻസ്പോർട്ട് സർവീസ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. ഇവിടെ നമുക്ക് ഇത് സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു MParivahan ആപ്പ് വഴി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഡ്രൈവിംഗ് ലൈസൻസ് റിന്യൂ ചെയ്യുക, അഡ്രസ് ചേഞ്ച്, അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് നമുക്ക് ഈ ഒരു MParivahan എന്നുള്ള വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാലും അതുപോലെ തന്നെ ഈ ഒരു ആപ്പിൽ കൂടെ നമുക്ക് ചെയ്യാൻ സാധിക്കും. ഇത് മാത്രമല്ല, നമുക്ക് വേറെ നമ്മുടെ ഗൂഗിൾ മാപ്പ് തരുന്ന സർവീസുകൾ അതും നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ വഴി നമുക്ക് എടുക്കാൻ സാധിക്കും. അതായത് നമ്മുടെ നിയറസ്റ്റ് പെട്രോൾ പമ്പ് എവിടെയാണ്, അതുപോലെ തന്നെ നിയറസ്റ്റ് RTO ഓഫീസ് എവിടെയാണ്, അതുപോലെ തന്നെ മറ്റു കാര്യങ്ങൾ, നമ്മുടെ പൊല്യൂഷൻ ചെക്ക് ചെയ്യുന്ന ഷോപ്പുകൾ എവിടെയാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അതായത് നമ്മളൊരു ഗൂഗിൾ മാപ്പിൽ നമുക്ക് കിട്ടുന്ന അതേ രീതിയിലുള്ള ആ ഒരു ഫെസിലിറ്റി നമുക്ക് അതും കൂടെ നമുക്ക് ഇതിൽ ആഡ് ഓൺ ആയിട്ടുണ്ട്. അത് നമുക്കൊരു അട്രാക്ഷനാണ്. കണ്ടില്ലേ, ഇപ്പോൾ നമ്മൾ RTO ഓഫീസ് നിയറസ്റ്റ് എവിടെയാണ്, അതുപോലെ PUC എവിടെയാണ് ഉള്ളത്, ഇങ്ങനെ നിയറസ്റ്റ് ഹോസ്പിറ്റൽ. അപ്പോൾ ഇതുപോലെ സിമ്പിൾ പരിപാടിയാണ്, എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകരുത് ആദ്യമായിട്ട് കാണുന്നവർ. അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.